ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ പറ്റി. എല്ലാവർക്കും അറിയാം, ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം മരിച്ചതല്ല, സമാധിയായതാണ്. വീട്ടുകാരെല്ലാം എന്ത് ചെയ്യും, നാട്ടിൽ മൊത്തം ആ ഒരു പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷമാണ് നാട്ടുകാർ തന്നെ മനസ്സിലാവുന്നത് ഇത്. ഇപ്പോഴത്തേനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നത്. പിന്നെ അത് പൊളിക്കാൻ കേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ അവസാനം പൊളിച്ചു, പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. പിന്നെ വലിയ രീതിയിൽ ഇപ്പോഴും ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ആ സമയത്തൊക്കെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് ആ ഒരു വ്യക്തിയുടെ ഗോപൻ സ്വാമിയുടെ മോൻ പറഞ്ഞത് ഇദ്ദേഹം മരിച്ചതൊന്നുമല്ല, സമാധിയായതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തേന് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മോൾ എന്ത് ചെയ്യുന്നു, ഈ ഗോപൻ സ്വാമിയുടെ മോൾ ഇപ്പോൾ എന്ത് ചെയ്ത് തൻ്റെ അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള ഫോർമാലിറ്റീസിൻ്റെ ആയിട്ട് നടക്കുവാണ്. ഇവർ തന്നെയല്ലേ പറഞ്ഞ് സമാധി ഏതാണ്, മരണപ്പെട്ടതല്ലെന്ന്. അപ്പം പിന്നെ എങ്ങനെയാണ് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? അത് തന്നെ മനസ്സിലാവുന്നില്ല. ഇപ്പം മോള് പറയുന്നില്ല മരണ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് എന്ത് ചെയ്തു, അപ്രോച്ച് ചെയ്തേക്കുവാണ്. ഇതേ സമയത്ത് എന്ത് ചെയ്യുന്നു, അവർ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം എന്ത് ചെയ്യാം, മരണ സർട്ടിഫിക്കറ്റ് തരണോ വേണ്ടേ എന്നുള്ളൊരു കാര്യം പറയുന്നതാണ് ഗവൺമെൻറ് ഇപ്പം പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ പറഞ്ഞൊരു കാര്യം സമാധി ആയെന്നാണ് പറഞ്ഞത്, മരണപ്പെട്ടത്. ഇപ്പോൾ സമാധിയായ ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നമുക്കിപ്പം അറിയാനും പറ്റുന്നില്ല. മരണ സർട്ടിഫിക്കറ്റാണ്, മരിച്ച ഒരാളാണെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ സമാധിയായില്ല, സമാധി സർട്ടിഫിക്കറ്റ് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. ഇനി പുതിയതായിട്ട് അങ്ങനെ ഒരു ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം അങ്ങനെ മോൾ എന്ത് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്തേക്കുവാണ് ഗവൺമെൻറ് ഇതേ കണക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അവർ പറഞ്ഞേക്കുന്നു ഇതേ കണക്ക് ഇതെല്ലാം ഇപ്പോഴും പ്രൊസീജിയറൊക്കെ പോയിക്കൊണ്ടിരിക്കുക, അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ പറ്റത്തുള്ളൂ എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊരു റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം സമാധി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് ഏത് തരം ഇനി പുതിയതായിട്ട് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യമാണ്. ഒന്നും ചിന്തിക്കാതെ ആണ് ഇവർ ഓരോ കാര്യങ്ങൾ നാട്ടുകാരോട് അതുപോലെ തന്നെ പ്രസിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നത്. ഇവർ സമാധിയായതാണ് എൻ്റെ അച്ഛൻ, അല്ലാതെ മരിച്ചതൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങളെന്തോ കാണിക്കുന്നത്, അത് പൊളിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇഷ്യൂ നടന്നത്. ഇപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനുള്ള ലോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ പാലിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മളായിട്ട് ഓരോന്ന് ചെയ്തിട്ട് അതിനനുസരിച്ച് മാറ്റാനും കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ അത് അവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.